പരിശോധിച്ചാൽ മതി. ജീവനക്കാർക്ക് അത് ഹിതകരമല്ലാത്ത അതുമായി ബന്ധപ്പെട്ട് പരാതി ഉയരുന്നു. ഒരു MLA അവിടെ എത്തി അന്വേഷിക്കുന്നു. MLA ഏത് രീതിയിലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചതെന്ന് നമ്മൾ കണ്ടു. പക്ഷേ MLAയുടെ കടമയാണ് തൻ്റെ വോട്ടർമാർ അല്ലെങ്കിൽ ജനപ്രതിനിധി എന്ന രീതിയിൽ താനുമായി ബന്ധപ്പെട്ട ജനത്തിന് ഇത്തരത്തിൽ അവരുടെ സർക്കാർ ഓഫീസിലെ സർവീസ് ലഭിച്ചില്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് അല്പം കടന്നുപോയെന്ന സംശയമാണ് ജീവനക്കാർ ഉന്നയിക്കുന്നത്. ഒപ്പം ഈ MLA ഇത്തരത്തിൽ ആക്ഷേപിക്കുക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കൂടി. MLA എന്തോ ഈ പറഞ്ഞതുപോലെ പണം വാങ്ങി കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുക, അത് എത്രത്തോളം ശരിയാണ്? ജനീഷ് കുമാർ ചെയ്ത പ്രവൃത്തിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ശ്രീ സൈമൺ അലക്സ്. ഇവിടെ എല്ലാവരും ചർച്ച ചെയ്യുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ചെയ്ത ഈ കാര്യം നീതിപൂർവമാണോ അല്ലയോ എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത്. മറ്റ് വശമായി ചർച്ച ചെയ്യുന്നത് MLA ചെയ്ത പ്രവർത്തനം നീതിയുക്തമാണോ എന്നും രണ്ട് വിഭാഗം ചർച്ചകളാണ് ഇന്ന് പൊതുസമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിലെ സർക്കാർ ഓഫീസുകളിൽ നിന്നുണ്ടായിരിക്കുന്ന ഒരു സ്തംഭനാവസ്ഥ അത് കോന്നിയിൽ മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളെയും ഇന്ന് യൂണിയൻ വൽക്കരിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത്. അത് ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറയാം. LDFന്റെ രാജ്ഭവൻ മാർച്ച് നടന്നു കേരളത്തിൽ. സർവീസ് സംഘടനയെ സർവീസിനോട് ആഭിമുഖ്യം പുലർത്തുന്ന, സർവീസിനോട് നീതി പുലർത്തുന്ന ആളുകളാണെന്നുവെങ്കിൽ അന്ന് അവരൊക്കെ ലീവ് മാർക്ക് ചെയ്തിട്ട് വേണമായിരുന്നു ആ രാജ്ഭവൻ മാർച്ചിൽ പങ്കെടുക്കാൻ. സ്വാഭാവികമായും അത്തരം അനുഭവങ്ങളുള്ള ആളുകൾ, അത്തരം സൗകര്യങ്ങൾ ലഭിച്ചുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതല്ല ഇതിനപ്പുറവുമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അവർക്ക് യൂണിയന്റെ സംരക്ഷണം അവർക്ക് എല്ലാ കാലത്തും ലഭിക്കും. അത് ഇന്ന് കേരളത്തിൽ സാർവത്രികമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ താലൂക്ക് ഓഫീസ് കോന്നിയിലെ വിഷയം എന്താ? 23 പേർ അവധി കൊടുക്കാതെ പോയി എന്നും 21 പേർ അവധി കൊടുത്തു പോയി എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും സർക്കാർ ഉദ്യോഗസ്ഥന്റെ സർവീസ് ചട്ടപ്രകാരം അവർക്ക് ലീവ് എടുക്കാനുള്ള അവകാശമുണ്ട്. ആ ലീവ് എടുത്ത് പോകുന്നതിന് ആർക്കും നമുക്ക് തടസ്സം പറയാനും കഴിയില്ല. എന്നാൽ സിക്ക് ലീവ് എടുത്തിട്ട് ടൂർ പോവുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യത്വപരമായ പ്രവർത്തനമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഇതിനേക്കാളൊക്കെ ഉപരിയായി നമ്മൾ കാണേണ്ടത് ഇന്ന് സർക്കാർ ഓഫീസുകൾ ഉണ്ടായിരിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾ. അത് കോന്നിയിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്ക് മുമ്പ് കോതമംഗലത്തും സമാനമായ സംഭവം ഉണ്ടായി. സർക്കാർ യാതൊരു നടപടിയും എടുത്തില്ല. നടപടിയെടുക്കാൻ അറയ്ക്കുകയാണ് സർക്കാർ. കാരണം കഴിയില്ല. കാരണം യൂണിയന്റെ ആളുകളാണ് ഇതിന്റെ മുഖ്യധാരയിൽ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് സർക്കാരിന് നടപടിയെടുക്കാൻ കഴിയില്ല. നമുക്കറിയാം, ഈ പത്തനംതിട്ട ജില്ലയിലെ കോന്നി പോലെയുള്ള പ്രദേശത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ആവശ്യം, ഗവി ഉൾപ്പെടെ, സീതത്തോട് ഉൾപ്പെടെ, തണ്ണിത്തോട് ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങൾ ഏതാണ്ട് ഒരു ദിവസം സഞ്ചരിച്ചാലാണ് താലൂക്ക് ഓഫീസിൽ വന്ന് അവരുടെ സാധാരണക്കാരന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടുകൊണ്ട് പോകാൻ കഴിയും. അത്തരം സ്ഥലത്ത് ഉത്തരവാദിത്തപരമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചില്ല എങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക എന്നുള്ളതാണ് സർക്കാർ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പുറത്ത് ഒരു MLA, അദ്ദേഹം MLA ആണ്, ജനപ്രതിനിധിയാണ്, ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കേണ്ട ആളുമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഷോ ഒരു ചെറിയ നാടകമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. ഒരു താലൂക്ക് ഓഫീസിലേക്ക് വന്നിട്ട് ഒരു തഹസീൽദാർ ഇരിക്കുന്ന അധികാരത്തോടെ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ഇരിക്കുന്ന കസേരയിൽ കയറി ഇരുന്നിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഷോ എന്ന് പറയുന്നത് പൊതുപ്രവർത്തനമോ MLAക്കോ പറ്റിയതല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹത്തിന് നിയമപരമായിട്ട് റവന്യൂ മന്ത്രിയെ ബന്ധപ്പെടാം, കളക്ടറെ ബന്ധപ്പെടാം, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടാം, എല്ലാം ചെയ്യാം. പക്ഷേ ഒരു പൊതുസമൂഹത്തിലെ കേരളത്തിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളും ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലേക്കാണ് MLAയുടെ പ്രവർത്തനം പോയിട്ടുള്ളത്. അദ്ദേഹം ഒരു നാടക നടനായി അഭിനയിക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഇപ്പൊ മാത്രമല്ല അഭിനയിച്ചു തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പണ്ട് നിയമസഭയിൽ പ്രസംഗം നടത്തി. അദ്ദേഹം കൊട്ടാരക്കരയിലൂടെ വന്നപ്പോൾ ആര്യാസ് ഹോട്ടലിൽ നമ്മുടെ പഴയ ആരോഗ്യ വകുപ്പ് മന്ത്രി ഉറങ്ങാതിരിക്കുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട്, ടീച്ചറമ്മ ഉറങ്ങിയിട്ടില്ല സാർ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആയിരുന്നു അദ്ദേഹത്തെ പ്രസംഗങ്ങളൊക്കെ. അദ്ദേഹം പല കലാപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത ആളാ, അതിനൊന്നും നമുക്ക് തർക്കവുമില്ല. പക്ഷെ ഇവിടുത്തെ വിഷയം ജനീഷ് കുമാർ MLAയും പത്തനംതിട്ട ജില്ലയിലെ CPI നേതൃത്വവും തമ്മിലുള്ള തർക്കമാണ് ഇത്രയും ഇതിന് വഷളാക്കാനുള്ളത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ശരി, തിരിച്ചു വരാം.